കോടീശ്വരന്മാരായിട്ടുള്ള 10 മലയാള നടിമാർ. അതെ, നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത് മലയാള നടിമാരുടെ സമ്പത്ത്, ആഡംബര കാറുകൾ, ഒരു ചിത്രത്തിനായിട്ട് വാങ്ങുന്ന പ്രതിഫലം, ഇതൊക്കെയാണ്. സോ സമയം കളയാതെ നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ലിസ്റ്റിൽ 10-ാമതായിട്ടുള്ളത് അനശ്വര രാജൻ. 2017 പുറത്തിറങ്ങിയ ഉദാഹരണം സുജാത എന്ന ചിത്രത്തിലൂടെയാണ് അനശ്വര മലയാള സിനിമയിലേക്ക് എത്തുന്നത്. അന്ന് ഇവരുടെ പ്രായം 15 വയസ്സായിരുന്നു. വർഷങ്ങളുടെ അപ്പുറം ഇന്ന് അനശ്വര മലയാളത്തിലും തമിഴിലും ഒക്കെയായിട്ട് അഭിനയിച്ചത് 13ഓളം വരുന്ന ചിത്രങ്ങളിലാണ്. ഇനി അനശ്വരയുടെ കൈവശമുള്ള കാറുകൾ നോക്കുകയാണെങ്കിൽ കിയ സെൽറ്റോസ്, അതുപോലെ ഹ്യുണ്ടായി ക്രേറ്റ എന്നീ 2 കാറുകളാണ് ഇന്ന് അനശ്വര ഉപയോഗിക്കുന്നത്. ഏകദേശം 3 കോടി രൂപയോളമാണ് ഇന്നത്തെ അനശ്വരയുടെ ടോട്ടൽ ആസ്തി എന്ന് പറയുന്നത്. 9-ാമതായിട്ട് വരുന്നത് കല്യാണി പ്രിയദർശൻ. മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള, ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന നടിമാരിൽ ഒരാളാണ് കല്യാണി. 2017 പുറത്തിറങ്ങിയ ഹലോ എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് കല്യാണി ആദ്യമായി സിനിമയിൽ എത്തുന്നത്. ഇന്ന് കല്യാണി ഒരു ചിത്രത്തിനായിട്ട് വാങ്ങുന്നത് ഏറെക്കുറെ 60 ലക്ഷം മുതൽ 80 ലക്ഷം രൂപയോളമാണ്. BMW X7 സ്പോർട്ട്, BMW 7 സീരീസ്, മിനി കൂപ്പർ, ഓഡി A8 ഇതൊക്കെയാണ് ഇന്ന് കല്യാണിയുടെ കൈവശമുള്ള കാറുകൾ. ഇനി ഇവരുടെ മൊത്തം സമ്പത്ത്, ആസ്തിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ചില റിപ്പോർട്ടുകൾ പ്രകാരം അത് 14 കോടി രൂപയോളമാണ്. 8-ാമതായിട്ട് വരുന്നത് മമിത ബൈജു. 2017 പുറത്തിറങ്ങിയ സർവോപരി പാലാക്കാരൻ എന്ന ചിത്രത്തിലൂടെയാണ് മമിത ആദ്യമായി സിനിമയിൽ അഭിനയിക്കുന്നത്. പ്രേമാലു, സൂപ്പർ ശരണ്യ, പ്രണയവിലാസം എന്നീ 3 ചിത്രങ്ങളും മമിത ബൈജുവിന് വലിയ രീതിയിൽ തന്നെ ജനശ്രദ്ധ നേടാൻ സഹായിച്ച ചിത്രങ്ങളാണ്. 90 ലക്ഷം മുതൽ 1 കോടി രൂപയോളമാണ് ഇന്ന് മമിത ഒരു ചിത്രത്തിന് വാങ്ങുന്ന പ്രതിഫലം. സിനിമക്ക് പുറമെ ഇന്ന് മമിത പല കമ്പനികളുടെയും ബ്രാൻഡ് അംബാസഡർ കൂടിയാണ്. ഹ്യുണ്ടായി സാൻഡ്രോ, ജിമിനി, വോക്സ്വാഗൺ ടൈഗൺ, മഹീന്ദ്ര താർ, മാരുതി 800 എന്നീ കാറുകളാണ് ഇന്ന് മമിതയുടെ കൈവശമുള്ളത്. അവസാനമായി ഇവരുടെ ആസ്തിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 20 മുതൽ 30 കോടി രൂപയോളമാണ് ഇവരുടെ ഇന്നത്തെ സമ്പത്ത് എന്ന് പറയുന്ന പല റിപ്പോർട്ടുകളുമുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ 7-ാമതായിട്ട് വരുന്നത് അനുപമ പരമേശ്വരൻ. 2015 പുറത്തിറങ്ങിയ പ്രേമം എന്ന ചിത്രത്തിലൂടെയാണ് അനുപമ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിക്കുന്നത്. ആദ്യം തന്നെ ഇവരുടെ ആസ്തിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ 30 കോടി രൂപക്ക് മുകളിലാണത്. മലയാളത്തിലും തമിഴിലും ഒരുപോലെ ആരാധകരുള്ള ഒരു നടി കൂടിയാണ് ഇന്ന് അനുപമ. ഓഡി A4, ടൊയോട്ട ഇന്നോവ ക്രൈസ്റ്റ എന്നീ 2 കാറുകളാണ് ഇന്ന് അനുപമ ഉപയോഗിക്കുന്നത്. ചില റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ന് അനുപമ ഒരു ചിത്രത്തിനായിട്ട് വാങ്ങുന്നത് ഏറെക്കുറെ 1 കോടി രൂപയോളമാണ്. 6-ാമതായിട്ട് വരുന്നത് അമല പോൾ. വർഷം 1991 എറണാകുളത്താണ് അമല ജനിക്കുന്നത്. 2009 പുറത്തിറങ്ങിയ നീലത്താമര എന്ന ചിത്രത്തിലൂടെയാണ് അമല പോൾ ആദ്യമായി സിനിമയിലേക്ക് കടന്നു വരുന്നത്. പൊതുവെ മലയാളത്തിൽ ചിത്രങ്ങൾ കുറവാണെങ്കിലും മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നവരുടെ ലിസ്റ്റിൽ ഇന്ന് അമല ഉണ്ട്. ഇന്നിവരെ ഒരു ചിത്രത്തിനായിട്ട് വാങ്ങുന്നത് ഏറെക്കുറെ 1 കോടി രൂപക്ക് മുകളിലാണ്. മെഴ്സിഡസ് ബെൻസ് S350, ഓഡി Q7, BMW 730 LD എന്നീ 3 കാറുകളാണ് ഇന്ന് അമല പോൾ ഉപയോഗിക്കുന്നത്. ഇനി ഇവരുടെ ആസ്തി നോക്കുകയാണെങ്കിൽ ചില റിപ്പോർട്ടുകൾ പ്രകാരം അത് 32 കോടി രൂപക്ക് മുകളിലാണ്. നമ്മുടെ ലിസ്റ്റിൽ 5-ാമതായിട്ട് വരുന്നത് നസ്രിയ നാസിം. ആദ്യം തന്നെ ഇവരുടെ ആസ്തി നോക്കുകയാണെങ്കിൽ ചില റിപ്പോർട്ടുകൾ പ്രകാരം അത് 50 കോടി രൂപക്ക് മുകളിലാണ്. 2006 പുറത്തിറങ്ങിയ പളുങ്ക് എന്ന ചിത്രത്തിലൂടെ അഭിനയം തുടങ്ങിയ നസ്രിയ മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെയായിട്ട് അഭിനയിച്ചത് ഏറെക്കുറെ 20-ലധികം വരുന്ന ചിത്രങ്ങളിലാണ്. മെഴ്സിഡസ് ബെൻസ് AMG G63, റേഞ്ച് റോവർ ഓട്ടോബയോഗ്രഫി, പോർഷെ 911 കരേര, ലംബോർഗിനി ഉറൂസ് എന്നീ തുടങ്ങി 8ഓളം വരുന്ന ആഡംബര കാറുകൾ ഇന്ന് നസ്രിയക്കും ഭർത്താവായ ഫഹദിനുമുണ്ട്. ഇന്നിവരെ ഒരു ചിത്രത്തിനായിട്ട് വാങ്ങുന്ന പ്രതിഫലം ഏറെക്കുറെ 2 കോടി രൂപക്ക് മുകളിലാണ്. 4-ാമതായിട്ട് വരുന്നത് ശോഭന ചന്ദ്രകുമാർ. വർഷം 1984 പുറത്തിറങ്ങിയ ഏപ്രിൽ 18 എന്ന ചിത്രത്തിലൂടെയാണ് ശോഭന ആദ്യമായി സിനിമയിലേക്ക് എത്തുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് നായക നടിയും അല്ലാതെയും ഒക്കെയായിട്ട് അഭിനയം തുടങ്ങിയ ശോഭന മലയാളത്തിലും തമിഴിലും ഒക്കെയായിട്ട് അഭിനയിച്ചത് 200ഓളം വരുന്ന ചിത്രങ്ങളിലാണ്. ഇന്നിവരെ ഒരു നടിക്കു പുറമെ ഭരതനാട്യ നർത്തകിയും ഒക്കെയാണ്. ഏകദേശം 62 കോടി രൂപക്ക് മുകളിലാണ് ഇന്നത്തെ ശോഭനയുടെ മൊത്തം ഒരു സമ്പത്ത് എന്ന് പറയുന്നത്. 3-ാമതായിട്ടുള്ളത് പ്രിയ മണി. പ്രിയ വാസുദേവൻ മണി അയ്യർ എന്നാണ്
ഇവരുടെ യഥാർത്ഥ പേര്. വർഷം 1984. പാലക്കാട് ജില്ലയിലാണ് പ്രിയ ജനിക്കുന്നത്. 2004 പുറത്തിറങ്ങിയ കങ്കലാൽ കൈദൂസൈ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് പ്രിയാമണിയുടെ അഭിനയ ജീവിതം ആരംഭിക്കുന്നത്. തമിഴിലും തെലുങ്കിലും ഒരുപോലെ ആരാധകരുള്ള ഒരു നടി കൂടിയാണ് പ്രിയാമണി. 2 കോടി രൂപയോളമാണ് ഇന്നിവര് ഒരു ചിത്രത്തിനായിട്ട് പ്രതിഫലം വാങ്ങുന്നത്. ഇനി പ്രിയാമണിയുടെ കൈവശമുള്ള കാറുകൾ നോക്കുകയാണെങ്കിൽ മെഴ്സിഡസ് ബെൻസ് GLS 350D, ഓഡി A3, സ്കോഡ, മെഴ്സിഡസ് ബെൻസ് XUV എന്നീ 4 കാറുകളാണ് ഇന്നിവർക്കുള്ളത്. ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്നത്തെ ഇവരുടെ മൊത്തം ഒരു സമ്പത്ത് എന്ന് പറയുന്നത് ഏറെക്കുറെ 70 കോടി രൂപക്ക് മുകളിലാണ്. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായിട്ടുള്ളത് മഞ്ജു വാര്യർ. ആദ്യം തന്നെ ഇവരുടെ ആസ്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം അത് 150 കോടി രൂപയോളമാണ്. വർഷം 1995 പുറത്തിറങ്ങിയ സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെ അഭിനയം തുടങ്ങിയ മഞ്ജു വാര്യർ ഇന്ന് അഭിനയിച്ച് തീർത്തത് 60ലധികം വരുന്ന ചിത്രങ്ങളിലാണ്. റേഞ്ച് റോവർ വെലാർ, മിനി കൂപ്പർ SC, സുസുക്കി ബലെനോ എന്നീ 3 കാറുകളാണ് മഞ്ജു വാര്യറിന്റെ അടുത്തുള്ളത്. സിനിമക്ക് പുറമെ ഇന്നിവര് കല്യാൺ ജ്വല്ലേഴ്സ്, കിച്ചൺ ട്രഷേഴ്സ്, മൈജി തുടങ്ങി 8ഓളം വരുന്ന കമ്പനികളുടെ ബ്രാൻഡ് അംബാസഡർ കൂടിയാണ്. ഒന്നാമതായിട്ട് വരുന്നത് നയൻതാര. 2003 പുറത്തിറങ്ങിയ മനസ്സിനക്കരെ എന്ന ചിത്രത്തിലൂടെ അഭിനയം തുടങ്ങിയ നയൻതാര ഇന്ന് മലയാളത്തിനപ്പുറം ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാളാണ്. ഏകദേശം 8 കോടി മുതൽ 10 കോടി രൂപയോളമാണ് ഇന്ന് നയൻതാര ഒരു ചിത്രത്തിനായിട്ട് വാങ്ങുന്നത്. റോൾസ് റോയ്സ് സ്പെക്ടർ ബ്ലാക്ക് ബഡ്ജ്, BMW 7 സീരീസ്, മെഴ്സിഡസ് ബെൻസ് GLS 350D, മെഴ്സിഡസ് ബെൻസ് GLS 600 എന്നീ തുടങ്ങി 5ഓളം വരുന്ന കാറുകൾ ഇന്ന് ഇവർക്കുണ്ട്. സിനിമക്കപ്പുറം ഇന്ന് റിയൽ എസ്റ്റേറ്റിലുള്ള വലിയ നിക്ഷേപം, കോസ്മെറ്റിക്സ് ബിസിനസ്, ഇന്ത്യക്കും അതിനു പുറത്തുമായിട്ടുള്ള മറ്റു പല റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടികൾ എന്നിവയെല്ലാം ഇന്ന് നയൻതാരയുടെ പേരിലുണ്ട്. ഏകദേശം ഇന്നത്തെ നയൻതാരയുടെ മൊത്തം ഒരു സമ്പത്ത്, ആസ്തി എന്ന് പറയുന്നത് ഏറെക്കുറെ 200 കോടി രൂപക്ക് മുകളിലാണ്. നിങ്ങൾ ഈ കണ്ട വിവരങ്ങളെല്ലാം ഇന്റർനെറ്റിൽ നിന്നും മറ്റുമായി എടുത്തിട്ടുള്ളവയാണ്. ഇതുപോലെ തന്നെ സമ്പന്നരായ മലയാള സിനിമയിലെ 10 നടന്മാരെ കുറിച്ച് നമുക്കൊരു വീഡിയോ ചെയ്താലോ? ഇനി അതിനും അപ്പുറത്തേക്ക് മലയാള സിനിമക്കും അപ്പുറത്തേക്ക് തമിഴിലെ നടീ നടന്മാരെ കുറിച്ചും അതുപോലെ തെലുങ്കിലെ നടീ നടന്മാരെ കുറിച്ചുമൊക്കെ ഇതുപോലെ വീഡിയോകൾ ചെയ്താലോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒന്ന് താഴെ പറയുക. അപ്പോ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സമ്പത്തിന്റെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന 10 നടിമാരെ മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവരെ ഒന്നും കൂടാതെ നിഖില, വിമല, പാർവതി തിരുവോത്ത്, ഐശ്വര്യ ലക്ഷ്മി എന്നിവരെല്ലാം ഇന്ന് മലയാള സിനിമയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നടിമാരാണ്. അപ്പോ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഒന്ന് കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാടധികം ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോ പറ്റുന്നവർ എല്ലാം അതൊന്ന് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.